കാക്ക ബിസ്ക്കറ്റ് എടുക്കാൻ വന്ന് കുറേ നേരം ഈ കാക്ക വിളിക്കണ ഇതാ രണ്ടാമനും എത്തി, രണ്ടാമൻ കാക്കയും എത്തി. ഓക്കെ, അപ്പം അടുത്ത കാക്ക വന്നു. 2 ബിസ്ക്കറ്റ് വെച്ച് കൊടുത്താൽ ബാക്കി 2 പേരും മുകളിലിരിക്കുകയാണ്. ഇവൻ വന്നെടുത്ത് കിട്ട്. അതാണ് 2 പേര് വെറുതെ വെയിറ്റ് ചെയ്തപ്പോൾ അവർക്ക് ബിസ്ക്കറ്റും ചോറും കിട്ടിയില്ല. കണ്ട കാക്ക വേറെ 3ാമതൊരുത്തം വന്നെടുത്തിട്ട് പോയി. അതാണ് ലൈഫ്. ആഹാ, ഈ കാക്കൻ്റെ പുറകെ നമ്മുടെ അണ്ണാൻ കുഞ്ഞ് വന്നിട്ടുണ്ട്. അണ്ണാൻ കണ്ടോ? ഗുഡ്. അണ്ണക്കുട്ടിയും കാക്കക്കുട്ടനും ചോറ് കഴിക്കുക, ബിസ്ക്കറ്റ് എടുക്കുക. 2-3 അണ്ണക്കുട്ടികളുണ്ട് ആ മരത്തിൽ. കണ്ടോ? അതാ അടുത്തതും വന്നു. അടുത്തതും 2-3 അണ്ണാൻ കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ എടുത്തെടുത്തിട്ട് പോവാണ്. അപ്പോൾ ഈ കാക്കത്തിന് മാറിക്കൊടുക്കണം. കണ്ടോ? ലൈഫും ഇങ്ങനെയാണ്. ഇവിടെ കാക്കക്കുട്ട ഒരാൾ വന്ന് കഴിച്ചിട്ട് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളും അതുപോലെ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ അവിടെ വഴക്കും വെക്കാനൊന്നുമില്ല. നമുക്ക് അടുത്ത കാക്ക വന്നെടുത്തു. അവർക്ക് വിശന്നു. അപ്പോൾ ഓരോരാളായി ക്യൂ പാലിച്ച് വരണ പോലെയാണ്. അപ്പോൾ 3 അണ്ണാൻ കുഞ്ഞും വന്നെടുത്തുണ്ട്. ഈ കാക്കക്കുട്ടിയും വന്നെടുത്തിട്ട് പോയി. ഇതാ അടുത്ത അണ്ണാൻകുട്ടി വരുന്നുണ്ട്. ഒരെണ്ണം എടുത്തുകൊണ്ട് പോയി വേഗം പോയി മരത്തിൽ പോയി കഴിച്ചിട്ട് വന്നിട്ട് അടുത്തത് എടുത്തിട്ട് പോകും. ഒറ്റയടിക്ക് വായിൽ വെച്ചിട്ടൊന്നും പോകണില്ല. അപ്പോൾ അതിന് അണ്ണാൻകുട്ടിയിൽ കാക്കറാൻ തോന്നുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം.